ഇന്ന് നമുക്ക് ഒരു ചോക്ലേറ്റ് പുഡിംഗ് ഉണ്ടാക്കി നോക്കാം. നമ്മൾ 90s കിഡ്സിൻ്റെയൊക്കെ പുഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലിനകത്ത് അമൃതം പൊടി കുറുക്കി കുടിച്ചതായിരിക്കും അല്ലേ? നമ്മുടെ ചൈൽഡ്ഹുഡിലൊന്നും ഇങ്ങനത്തെ റെസിപ്പീസ് ഉണ്ടായിരുന്നോന്ന് പോലും എനിക്ക് അത്ഭുതമാണ്. സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ ഫുഡും ട്രൈ ചെയ്ത് നോക്കുന്നവരാണ് ഇന്ന് മലയാളികൾ. അങ്ങനെ ഒരു 2-3 വട്ടം ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. മുട്ട തികച്ചും ഓപ്ഷണലാണ്, പക്ഷേ എഗ്ഗ് വെച്ചിട്ട് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്. അങ്ങനെ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമുക്ക് ബീറ്റർ വേണം എന്നൊന്നുമില്ല, നമ്മുടെ നോർമൽ ടീസ്പൂൺ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാകും. ശേഷം അതിലേക്ക് കുറച്ച് പാലും ഒരു 2-3 ഡ്രോപ്സ് വാനില എസൻസ് കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ആ ഒരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്ത്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന കൊക്കോ പൗഡർ ഡാർക്ക് ചോക്ലേറ്റിൻ്റെയാണ്. നിങ്ങളുടെ കയ്യിൽ സാധാരണ എന്തെങ്കിലും ചോക്ലേറ്റ് ഗാലക്സിയോ ഡയറി മിൽക്കൊക്കെ പോലത്തെ ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് മെൽറ്റ് ചെയ്ത് ആഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. ഫ്ലോർ ആയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കോൺഫ്ലോർ ആണ്. അങ്ങനെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇന്ന് ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ നമ്മുടെ ചോക്ലേറ്റ് പുഡിംഗ് ഉണ്ടാക്കാൻ പോകുന്നത്. നോൺ സ്റ്റിക്ക് പാത്രം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് അതായിരിക്കും ബെറ്റർ. അങ്ങനെ ഞാൻ കുറച്ചധികം പാലും നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ മിക്സ്ചറും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ചെറിയ പീസ് ബട്ടർ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതൊരുപാട് അങ്ങ് കട്ടിയായിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഫ്ലെയിം ഓൺ ആക്കി വളരെ ചെറിയ ഫ്ലെയിമിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ. വൺസ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഒട്ടും നമ്മൾ കൈ ഇളക്കാതെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഇത് കയ്യിൽ നിന്ന് പോകും. ഫൈനലി ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് സാധനം കിട്ടുക. ഞാനിതൊന്ന് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ദാ ഇങ്ങനെ ഒരു ചില്ലിൻ്റെ ബൗള് ഞാൻ എടുക്കുന്നുണ്ട്. ഈ ഒരു കണ്ടെയ്നറിനകത്തോട്ട് ഞാനത് ഫില്ല് ചെയ്യാണ് കേട്ടോ. അത്യാവശ്യം ഒരു തട്ടി കൊടുത്തൊക്കെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കാം. ഏകദേശം ഒരു 3 to 4 hours ഒക്കെ വെക്കണം എന്നാണ് പൊതുവെ. ഞാനൊരു 2.5 hours ഒക്കെ കഴിഞ്ഞപ്പം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ചോക്ലേറ്റ് പൗഡർ തന്നെയാണ്, കൊക്കോ പൗഡർ തന്നെയാണ് ഇതിൻ്റെ മേളിലേക്ക് ഇടാറ്. പക്ഷേ അതിന് പകരമായിട്ട് ഞാനിന്നിവിടെ എടുക്കുന്നത് ന്യൂട്ടല്ലയാണ് കേട്ടോ. കൊക്കോ പൗഡറിനേക്കാളും ന്യൂട്ടല്ലയുടെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എൻ്റെ കയ്യിലുള്ളത് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ പൗഡറാണ്. അത് നോർമലി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കഴിക്കുമ്പം ചിലപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റി ആവണം എന്നില്ല. അതുകൊണ്ട് ഞാനൊരു 1 ടീസ്പൂൺ ന്യൂട്ടല്ല അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ തണുപ്പോടെ കഴിച്ചപ്പോഴാണ് എനിക്കിത് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയത്. ഇത് ഹെൽത്തി ആണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും.